പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 8 31 മുതൽ 42 വരെ. അക്കാലത്ത് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ്. ഞങ്ങളൊരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ പറഞ്ഞു, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രഹാത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. ഈ രാത്രി തപസ് കാലത്തിലെ 5-ാം വാരത്തിലെ ചൊവ്വാഴ്ച 8-ാം തീയതി ഈ സുവിശേഷ ഭാഗം ഈശോ നമ്മെ ചേർത്ത് നിർത്തി ഈ രാത്രിയിൽ സംസാരിക്കുന്നു. അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ, അവിടുത്തെ മക്കളെന്ന നിലയിൽ ജീവിക്കുവാൻ, അവിടുത്തെ ദത്തുപുത്രരെന്ന നിലയിൽ നമ്മൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ തപസ്സുകാലത്തിലൂടെ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു, എത്രമാത്രം ഈശോയെ അറിയുക, ആ ഈശോയുടെ വഴിയിലേക്ക് കടന്നു വരുവാൻ, അവനോടൊപ്പം മരിച്ച് അവനോടൊപ്പം ഉദ്ധാനം ചെയ്യുവാനായിട്ട്. അജ്ഞത, അത് എന്തിൽ നിന്നുള്ള അജ്ഞതയാണ് നമുക്ക് ലഭിക്കേണ്ടത്? പാപത്തിൽ നിന്ന്, പിശാചിൻ്റെ വഞ്ചനയിൽ നിന്ന്, പാപ അടിമത്തത്തിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് ഒക്കെ ഉള്ള ഒരു മോചനമാണ് നമ്മളെ സ്വതന്ത്രരാക്കേണ്ടത്. ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ഈ തലക്കെട്ട് തന്നെ. അങ്ങനെയാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യമായ ഈശോയാണ് നമ്മളെ ഈ തിന്മയിൽ നിന്ന്, ഈ അന്ധകാരത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നത്. പുത്രനാണ് നമ്മളെ സ്വതന്ത്രനാക്കുന്നത്. ഈ പുത്രസ്ഥാനത്തേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ്. ആ ഒരു അടിമ എന്ന് പറയുമ്പോൾ അവൻ പുറന്തള്ളപ്പെടുമെന്ന് വിശ്വനാഥനോട് പറയുകയാണ്. അടിമയ്ക്ക് അവൻ്റേതായിട്ടുള്ള ചില ചിന്തകളും അവൻ അവിടെ സ്വന്തമല്ലാത്തത് കൊണ്ട് പുറന്തള്ളപ്പെടുകയും ചെയ്യും. തെറ്റിൻ്റേതും ഇരുട്ടിൻ്റേതും ആയിട്ടുള്ള വഴിയിലേക്ക് അവസാനം അത് നശിച്ചു പോകും. അവൻ നശിക്കുകയാണ്. അവൻ ഒന്നുമില്ലാതെ നശിച്ച് പുറന്തള്ളപ്പെടുന്നു. പുത്രസ്ഥാനം എന്ന് പറയുക എന്താണ് നമുക്കറിയാം. വാഗ്ദാനം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവം വിശുദ്ധവചനങ്ങളിലൂടെയൊക്കെ നമുക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കണമെങ്കിൽ ഈ 7000-ത്തിലധികം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ വാഗ്ദാനം നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ പുത്രസ്വീകാര്യമായ ഒരവസ്ഥയിലാകണം.
അടിമയുടേതായിട്ടുള്ള നമുക്കറിയാം, ജ്ഞാനസ്നാനത്തിൽ നമ്മളെല്ലാവരും പുത്രരായവരാണ്. ആ പുത്രസ്ഥാനത്തിന് അർഹമായൊരു ജീവിതം. ഇവിടെ നോക്കിക്കേ, യഹൂദർ പറയുകയാണ്, ഞങ്ങൾ അടിമകളല്ല. പക്ഷേ അവരായിരിക്കുന്ന അവസ്ഥ പോലും അപ്പോൾ അടിമത്തത്തിലാണ്. ഇസ്രായേൽ ചരിത്രം മുഴുവനും നോക്കിയാൽ നമുക്കറിയാം, ഈജിപ്ത് തുടങ്ങി ഫിലീഷ്യർ, മറ്റ് പല രാജ്യങ്ങളിലും അവസാനത്തിൽ നമുക്ക് കാണാം റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലാണ് അവർ നിൽക്കുക. അവിടെ നിന്നുകൊണ്ടാണ് അവരെപ്പോഴും പറയുക, ഞങ്ങൾ ആരുടെ അടിമകളല്ല. ലോകത്തിൻ്റെതായിട്ടുള്ള ഭൗമികമായിട്ടുള്ള ഒരുപാട് കെട്ടുപാടുകളിലും ചുറ്റുപാടുകളിലും പെട്ട് അന്ധകാരത്തിൽ കഴിയുമ്പോഴും അവർ വാദിക്കുകയാണ്. നമ്മളും ഇന്ന് ഈ തെറ്റിലകപ്പെട്ടിട്ട് തെറ്റായ ബന്ധങ്ങളിലും തെറ്റായ ശീലങ്ങളിലും തെറ്റായ കുടുംബ ശൈലികളിലുമൊക്കെ വിശ്വാസങ്ങളിലുമൊക്കെ ബന്ധപ്പെട്ട് കിടന്നിട്ടും നമ്മൾ ഇപ്പോഴും അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഈശോയ്ക്ക് ചേർന്ന രീതിയിൽ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പുത്രൻ എക്കാലവും നമ്മളുടെ കൂടെ വസിക്കുമെന്ന് 35-ാം തിരുവചനം പറയുകയാണ്. അടിമ പുറന്തള്ളപ്പെടുമ്പോൾ പുത്രനാണ് നിത്യം ജീവിക്കുക. ഈശോയോട് ചേർന്ന് നമുക്ക് പിതാവായ ദൈവത്തിനോടൊപ്പമായിരിക്കുവാനായിട്ട് ഈ രാത്രി നമുക്ക് പ്രാർത്ഥനയിലാകാം. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുറന്തള്ളപ്പെടുന്നത് നശിച്ചു പോകാനല്ല, അധികാരത്തിൽ, ലഹരിയിൽ, ചില ബന്ധങ്ങളിൽ ഒക്കെ അടിപ്പെട്ടു പോയ നമുക്ക് നല്ലൊരു കുമ്പസാരം നടത്തി വീണ്ടും പുത്രസ്ഥാനത്തേക്ക് വരുവാനായിട്ട്, ധൂർത്തപുത്രൻ തിരികെ വന്ന് ആ പുത്രവാത്സല്യത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമുക്കും പ്രവേശിക്കുവാനായിട്ടുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി പുതിയൊരു പുലരിയിൽ നമുക്ക് ദൈവത്തിന് സ്വീകാര്യമായ അവൻ നൽകുന്ന വാഗ്ദാനങ്ങളുടെ അവകാശിയായി ഉണർന്നെഴുന്നേൽക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകനോടൊപ്പം 31:5 നമുക്കും ദൈവകരങ്ങളിലേക്ക് സഭയുടെ യാമപ്രാർത്ഥനയോട് ചേർന്ന് ഏൽപ്പിക്കാം. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ഈ ലോകത്തിൻ്റെ 4 അതിർത്തികളെയും സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നല്ലൊരു രാത്രി, പുതിയൊരു സുന്ദരമായ പ്രഭാതവും നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, നാളെ നമ്മൾ വീണ്ടും ഈശോയോടൊപ്പം ചേരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ദൈവിക സാന്നിധ്യവും ഉണ്ടാകട്ടെ. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.